എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഫിൻനിഫ്റ്റിയുടെ അടുത്ത ആഴ്ചയിലേക്കുള്ള ഒരു എക്സ്പയറി ഇന്ന് തുടങ്ങുകയാണ്. അടുത്ത ആഴ്ചയിലേക്കുള്ളത് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫിൻനിഫ്റ്റിയിൽ ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും എൻ്റെ ഒരു ആശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോയിലുമായി ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഫിൻനിഫ്റ്റിയുടെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ചാർട്ടിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സംഗതികൾ നമുക്ക് നോക്കാം. ഈ ചാർട്ട് അല്ല, ഇത് ഫിൻനിഫ്റ്റിയുടെ ചാർട്ടാണ്, 2 അവറിൻ്റെ ചാർട്ടാണ്. നമുക്ക് ഏകദേശം ഫിൻനിഫ്റ്റി ഒരു ഡൗൺ ട്രെൻഡിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നൊരു ഡൗൺ ട്രെൻഡിലേക്ക് ഫിൻനിഫ്റ്റി ഇനി അടുത്തതായിട്ട് ഫിൻനിഫ്റ്റി മിക്കവാറും സപ്പോർട്ട് എടുക്കാൻ സാധ്യത ഏകദേശം ഈ ലെവലിലാണ്, ഈ ഏരിയയിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യത. ഇതൊക്കെ എൻ്റെ ഒരു അനാലിസിസാണ്, എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. ഇത് ശരിയാവണമെന്ന് 100% ഇല്ല എങ്കിൽ പോലും ഒരു നിഗമനം. അപ്പോൾ ഏകദേശം ഈ റേഞ്ചിലായിരിക്കും മിക്കവാറും വരും ആഴ്ചകളിൽ ഫിൻനിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി സപ്പോസ് ഇത് പൊട്ടാനും മതി, ഇത് ഈ 21,000 ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനും സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ടൈമിലും ഇതിലാണ് ട്രേഡ് ചെയ്യാനായിട്ട് സാധ്യത ഞാൻ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ക്ലോസ് ചെയ്താൽ, ഈ റേഞ്ചിനുള്ളിൽ ക്ലോസ് ചെയ്താൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ സ്ട്രാറ്റജിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് താഴേക്ക് വന്നാൽ എനിക്ക് ലോസ് സംഭവിക്കും. കാരണം പിന്നെ ഇതിന് മുകളിലേക്ക്, ഇപ്പോൾ ഈ കറണ്ട് റേറ്റിന് മുകളിലേക്ക് പോയാലും ക്ലോസിംഗ് ആണെങ്കിൽ എനിക്ക് ലോസ് സംഭവിക്കും. ആ ലോസ് ഒരു ചെറിയ ലോസാണ്, ഏകദേശം 900 അടുത്ത് രൂപയാണ് ലോസ് സംഭവിക്കുന്നത്. പക്ഷേ ഞാൻ മാർക്ക് ചെയ്ത പോയിന്റിൽ ഈ ഏരിയയിൽ ഫിൻനിഫ്റ്റി ക്ലോസ് ആവുന്നുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം 5000 രൂപയോളം പ്രോഫിറ്റ് ലഭിക്കും. ബട്ട് ഈ റേഞ്ച്, നമ്മൾ ഈ സപ്പോർട്ട് വരച്ച ഈ റേഞ്ച്, ഇതൊരു സപ്പോർട്ടായിട്ട് കാണുന്നുണ്ടല്ലോ. ഇതിന് താഴേക്ക് പോയാലോ അല്ലെങ്കിൽ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റേറ്റിന് മുകളിലേക്ക് ക്ലോസിങ് എക്സ്പയറിയുടെ അന്ന് ക്ലോസിങ് ആയാലോ എനിക്ക് ലോസ് സംഭവിക്കും. ആ ലോസ് ഏകദേശം 960 രൂപയുടെ ലോസ് സംഭവിക്കാം, -960. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഏകദേശം 5000 രൂപയോളം പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ആ സ്ട്രാറ്റജിയാണ് ആ ചാർട്ട് വെച്ചിട്ട് ഞാൻ അനലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്ഷൻ സ്ട്രാറ്റജിയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഓപ്ഷൻ എന്ന സൈറ്റിൽ ഫിൻനിഫ്റ്റി നമ്മൾ അടിച്ചു കൊടുത്ത്, ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത് 9 ജാനുവരിയിലിടെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നു. ഇതിൽ കൊടുക്കുന്നത് 21,150. ഞാൻ ചെയ്തു വെച്ച ഓപ്ഷൻ സ്ട്രാറ്റജി ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ഈ 21,150 അത് 92 രൂപ 40 പൈസ 2 ലോട്ട് ഞാൻ സെല്ല് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 21,300 അത് 154 രൂപയ്ക്ക് 1 ലോട്ട് ബൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബൈ ആണ് 1 ലോട്ട്, ഇവിടെ 2 ലോട്ട് സെല്ലാണുള്ളത്. ഇനി അടുത്തത് 21,000, അതാണ് നമ്മളെ സപ്പോർട്ട് പോയിന്റ്. അത് 1 ലോട്ട് ബൈ ചെയ്തിട്ടുണ്ട് 53.85. ഇത്രയാണ് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നമുക്ക് സൈറ്റിൽ ഇട്ട് നോക്കാം ഇതിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെ വരുമെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഫിൻനിഫ്റ്റി എടുത്തിട്ടുള്ളത്. നമ്മൾ ഇവിടെ ഓപ്ഷൻ കൊടുത്തു, ഇവിടെ നമുക്ക് 9-ാം തീയതി ചേഞ്ച് ചെയ്ത് കൊടുത്ത്, ഇവിടെ നമ്മൾ 21,150 PE അത് 2 ലോട്ട് സെല്ലാണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 ലോട്ട് സെല്ലായിട്ട് കൊടുത്തു നമ്മൾ. അത് സെല്ല് ചെയ്ത പോയിന്റ് 92 രൂപയ്ക്ക് ഇടുക, അത് ആഡ് ചെയ്ത് കൊടുത്തു. അതുകൂടാണ്ട് 21,000 പുട്ട് ബൈ 1 ലോട്ടാണ് ബൈ ചെയ്തത്, അത് കൊടുത്തു. അത് 1 ലോട്ട് ബൈ 54 അത് കൊടുത്തു. അതുകൊണ്ടാണ്ട് 21,300 അത് 1 ലോട്ടാണ് 154 രൂപ, അതും കൊടുത്തു നമ്മൾ. ഇനി നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം, എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രോഫിറ്റ്. ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്ത റേറ്റൊക്കെ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 21,150 92 2 ലോട്ട് സെല്ല് ഇവിടെ
ഒരു ലോട്ട് ബൈ 21,154. ഇതിൻ്റെ മാക്സിമം പ്രോഫിറ്റ് വരുന്നത് കണ്ട 5,040 രൂപയുടെ മാക്സിമം പ്രോഫിറ്റ്. മാക്സിമം ലോസ് വരുന്നത് 960 രൂപയുടെ. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് 21,024, 21,200. അപ്പോൾ ഈ ചാർട്ടിൽ നോക്കിയാലിട്ട് നമുക്ക് കാണാം, ഇതാണ് നമ്മളെ ബ്രേക്ക് ഈവൻ പോയിന്റ്. നമ്മൾ ചാർട്ട് വെച്ച ആ പോയിന്റ് തന്നെ 21,000 താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോസും, കറണ്ട് മാർക്കറ്റ് പ്രൈസിന് മുകളിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് ലോസും ആവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതിനുള്ളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ ഇത്രയും പ്രോഫിറ്റ് കിട്ടും, ഏകദേശം 5,040 രൂപ. അതിന് മുകളിലേക്കോ താഴേക്കോ വന്നു കഴിഞ്ഞാൽ ലോസ് ആയിരിക്കും. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 36,000-നും ഒരു 38,000-നും ഇടയിൽ മാർജിൻ നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് വേണ്ടി വരും. അപ്പോൾ ഇതാണ് അടുത്ത ആഴ്ചയിലെ ഫിൻനിഫ്റ്റിയുടെ ഓപ്ഷൻ സ്ട്രാറ്റജി. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി, അല്ലെങ്കിൽ ഓപ്ഷൻ സ്ട്രാറ്റജി നമ്മൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും ചാർട്ട് നോക്കിയിട്ട് എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ വീഡിയോ മാത്രമാണ്. ആരും നാളെ പോയിട്ട് എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്നവർ ഓടിച്ച് നിന്നിട്ട് ഇത് ചെയ്യാൻ നിൽക്കരുത്. ഓപ്ഷനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് റിസ്ക് റിവാർഡൊക്കെ മനസ്സിലായതിന് ശേഷം മാത്രമേ ഓപ്ഷൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.